അടയുന്ന ഡോറിലൂടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു ചിരിയോടെ തനിക്ക് നേരെ കൈവീശുന്നവരെ. തനിക്ക് മുൻപിൽ പേടിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ചൊടിയൊന്ന് വിടർന്നു. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. കണ്ണുകൾ അവളെ പ്രണയത്തോടെ നോക്കി. അവളുടെ പിടക്കുന്ന കണ്ണുകളും മൗനം പാലിക്കുന്ന ഇളം റോസാതരങ്ങളും അവനിൽ എന്തിനൊക്കെയോ മോഹം നിറഞ്ഞു. വാ, ഇറങ്ങ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റ് നിർത്തിയതും അവൻ പറഞ്ഞു. അവൾ അവനെ അമ്പരപ്പോടെ നോക്കി. താലി വാങ്ങിയിട്ട് വരാം. അവരൊന്നും വരുന്നില്ല. നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു. അത് ഞാൻ വരുന്നില്ല. ഏതായാലും എനിക്കിഷ്ടാവും, അവൾ പതിയെ പറഞ്ഞു. അപ്പോഴേക്കും അവൻ അവളെ കയ്യിൽ പിടിച്ചു പുറത്തേക്ക് ഇറക്കിയിരുന്നു. താലി ചാർത്തുന്നത് ഞാനും അത് സ്വീകരിക്കുന്നത് ദക്ഷിതയും ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ അത് വാങ്ങിക്കും, അവൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. എല്ലാത്തിൽ നിന്നുമുള്ള അവളുടെ ഒഴിഞ്ഞുമാറ്റവും അവനോടുള്ള അവളുടെ അമിത ഭയവും അവനെ അസ്വസ്ഥനാക്കി. അവൻ്റെ സ്വരം മാറിയതും അവൾ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. അവൻ്റെ അടുത്തിരിക്കുമ്പോൾ ജ്വല്ലറിയിൽ AC-യുടെ തണുപ്പുണ്ടായിരുന്നിട്ട് കൂടി അവൾ വിയർത്തു. അവർ മോഡൽ കാണിക്കുന്നതിനൊക്കെ അവൾ അവനെ നോക്കി. അവസാനം അവൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്തു. വലിയ വീതി കൂടിയ 6 പവൻ്റെ ഒരു മാല. ഇത് ഓക്കെ, അവൻ അവരോട് പറഞ്ഞതും അത്രയും നേരം മറ്റെവിടെയോ നോക്കിയിരുന്നവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി. അത്രയും വലിയ മാല കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. അവൾ അവനെ നോക്കി. അവനത് ഉറപ്പിച്ച മട്ടാണ്. തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അത് വേണ്ടെന്ന് പറയായിരുന്നു. അവരത് പാക്ക് ചെയ്യാൻ പോയതും അവൻ ഇരുന്നിടത്ത് നിന്നും എണീറ്റതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇത് വേണ്ട, എനിക്ക് സിമ്പിളായിട്ടുള്ളത് മതി, ചെറുത്. അത് കേട്ടതും അവൻ്റെ മുഖം വിടർന്നു. അവനും ചെറുതായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഇനി ചെറുതായതിൻ്റെ പേരിൽ അവൾക്കൊരു ഇഷ്ടക്കേട് വേണ്ടെന്ന് കരുതിയാണ് വലുതെടുത്തത്. പിന്നീട് അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. മാറിന് മുകളിലായി നിൽക്കുന്ന കുഞ്ഞൊരു മാലയാണ് അവൾ സെലക്ട് ചെയ്തത്. അതെടുത്ത് അവൾ അവനെ നോക്കിയതും അവൻ പുഞ്ചിരിയോടെ അത് വാങ്ങി പാക്ക് ചെയ്യാൻ പറഞ്ഞു. അവർ എത്തിയപ്പോഴേക്കും അവരുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണവും കഴിച്ചാണ് തിരിച്ചത്. കാറിൽ കയറി രുദ്രൻ രച്ചുവിനെ നോക്കി. അവളൊരു നോട്ടം കൊണ്ടുപോലും തന്നെ പരിഗണിക്കുന്നില്ലെന്ന് കണ്ടതും അവൻ്റെ മുഖം മങ്ങി. നോക്കുന്നില്ലെങ്കിലും അവൾക്ക് മനസ്സിലായിരുന്നു അവൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന്. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. താൻ കാരണം ഇനി തന്നെ സ്നേഹിക്കുന്നവരൊക്കെ വേദനിക്കേണ്ടി വരുമോ? തൻ്റെ ഒരു നോട്ടത്തിനു വേണ്ടി അവൻ തന്നിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചു നിൽക്കുന്നുണ്ട്. അവൾ പതിയെ ഒന്ന് തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവൻ്റെ മുഖമൊന്ന് വിടർന്നു. ചുണ്ടിൽ അവൾക്ക് വേണ്ടി കുഞ്ഞൊരു ചിരി വിരിഞ്ഞു. അതറിയാതെ അവളിലേക്കും പകർന്നു. അവൻ്റെ മെയ്കളൊന്ന് വിടർന്നു. തനിക്ക് വേണ്ടി ആദ്യമായി അവളുടെ അധരത്തിൽ വിരിഞ്ഞ പുഞ്ചിരി, അത്രയും ഭംഗിയുള്ളത്. താൻ ഈ ലോകത്ത് കണ്ടതിൽ വെച്ച് അത്രയും മനോഹരമായത്. അവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും അവളുടെ ആ പുഞ്ചിരി അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്നു. അവളെ കണ്ണിൽ നിറച്ചുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. കൈ നിറയെ മൈലാഞ്ചിയിട്ട് ലച്ചു ആരുവിനെ നോക്കി. ഇവളാണോ ഞാനാണോ കല്യാണപ്പെണ്ണ്? മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലച്ചു ആരുവിൻ്റെ കൈകളിലും കാലിലും നോക്കി. തന്നെക്കാൾ കൂടുതൽ മൈലാഞ്ചി അവൾ ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല എന്നും പറഞ്ഞ് മെഹന്തിടാൻ വന്ന ബ്യൂട്ടീഷ്യനെ അവിടെ പിടിച്ചു വച്ചിട്ടുണ്ട്. തനിക്കൊരു ചേച്ചിയോ അനിയത്തിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും, ലച്ചു ആലോചിച്ചു. അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനപ്പുറമാണ് ആരുവിന് താൻ. പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന ദച്ചേട്ടൻ. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ പിറകിലായി തന്നെ നോക്കുന്ന കണ്ണനെ കണ്ടതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. കണ്ണേട്ടനെ താൻ സ്നേഹിച്ചില്ലായിരുന്നേൽ എല്ലാവരെക്കാളും താൻ സന്തോഷിച്ചേനെ.
രുദ്രൻ്റെ മുഖം ഓർമ്മ വന്നതും അവളുടെ മുഖം വാടി. കുഞ്ഞുനാൾ തൊട്ടേ കണ്ടു വളർന്ന, അത്രയും സ്നേഹിച്ച കണ്ണേട്ടൻ തന്നെ ചതിച്ചു. പിന്നെ ഇതുവരെ കാണാത്ത, അറിയാത്ത രുദ്രദേവ് എങ്ങനെ തന്നെ സ്നേഹിക്കും? കണ്ണേട്ടൻ്റെ മനസ്സിലിരിപ്പ് തന്നെയാവില്ലേ അയാൾക്കും? അല്ല, കണ്ണേട്ടനെ പോലെയല്ല അയാൾ. ആയിരുന്നെങ്കിൽ അന്ന് ലിഫ്റ്റിൽ വെച്ചോ കാറിൽ വെച്ചോ അയാൾ തന്നെ എന്തെങ്കിലും ചെയ്തേനെ. ആ സ്ഥാനത്ത് കണ്ണേട്ടൻ ആയിരുന്നെങ്കിൽ അവൾ ആലോചിച്ചു. കണ്ണേട്ടൻ്റെ കൂടെ തനിച്ച് ഒരു നിമിഷം പോലും നിന്നാൽ കണ്ണേട്ടൻ തൻ്റെ ശരീരത്തിൽ തൊടാനായിരുന്നു ശ്രമിച്ചത്. അതെന്നും അങ്ങനെയായിരുന്നു. അന്ന് രുദ്രൻ്റെ സ്ഥാനത്ത് കണ്ണേട്ടൻ ആയിരുന്നെങ്കിൽ ഓർമ്മിച്ചതും അവൾ കണ്ണുകൾ ഇറുകെ ചിമ്മി. അന്ന് കെട്ടാൻ പോകുന്ന പെണ്ണായിട്ട് കൂടി രുദ്രൻ തന്നെ മോശപ്പെട്ടൊരു കണ്ണോടെ നോക്കിയിട്ടില്ല. അതോർത്തതും അവളുടെ മുഖമൊന്ന് വിടർന്നു. എല്ലാം മറന്ന് അയാളുടെ നല്ലൊരു പാതിയാവാൻ ശ്രമിക്കണം. വൈറ്റ് കളറിൽ ഗോൾഡൻ കളർ വർക്ക് വരുന്ന സാരിയായിരുന്നു ലച്ചു ഉടുത്തത്. നീണ്ട കട്ടിയുള്ള മുടി പകുതി വരെ മെടഞ്ഞിട്ട് നിറയെ മുല്ലപ്പൂ വെച്ചിരുന്നു. വീതിയുള്ളൊരു നെക്ലേസ് മാത്രമായിരുന്നു ഇട്ടത്. ഇരുകൈയിലും നിറയെ വളകളും കാതിൽ വലിയൊരു ജിമിക്കിയും. വിടർന്ന നീണ്ട മെയ്കൾ നന്നായി കറുപ്പിച്ചെഴുതിയിരുന്നു. ഒരുങ്ങിയിറങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും മുഖം വിടർന്നു. ആരു ബ്ലാക്ക് കളറിൽ നിറയെ വർക്കുള്ള പാർട്ടി വെയർ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. ആ സാരിയിൽ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കണ്ണൻ്റെ മെയ്കൾ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആരും എത്രയൊക്കെ ഭംഗിയുണ്ടായിട്ടും ലച്ചുവിന് ഒരു യക്ഷി സൗന്ദര്യം ആണെന്ന് തോന്നി അവന്. അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. അമ്പലത്തിന് മുൻപിൽ എത്തിയപ്പോഴേ അവരെയും കാത്തിരിക്കുന്നവരെ കണ്ടു. കാറിൽ നിന്നും ഇറങ്ങിയ ലച്ചുവിനെ അവർ അത്ഭുതത്തോടെ നോക്കി. അവൻ്റെ കണ്ണുകൾ ആ പെണ്ണിൽ മാത്രം തറച്ചു നിന്നു. അപ്സരസ് പോലെ അതിമനോഹരിയായി തൻ്റെ പെണ്ണ്. അവളും കണ്ടിരുന്നു ഇമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ. ഗോൾഡൻ കളർ കുർത്തയും വൈറ്റ് മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. നീളമുള്ള ഗോൾഡിൻ്റെ രുദ്രാക്ഷമാല നെഞ്ചൊപ്പം ചേർന്ന് കിടക്കുന്നു. അച്ഛൻ്റെ കൈ പിടിച്ചവൾ അവർക്കടുത്തേക്ക് നടന്നു. തൊട്ടടുത്തെത്തിയതും പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവനെ കാണാത്ത ഭാവത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചവൾ മുൻപോട്ട് നടന്നു. താലി കെട്ടുമ്പോൾ അവൾ മെയ് ഉയർത്തി അവനെ നോക്കി. അവൻ്റെ അത്രയും ഭംഗിയുള്ള ചിരി കാണെ അറിയാതൊരു പുഞ്ചിരി അവളിലും വിരിഞ്ഞിരുന്നു. താലി കെട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ മുൻപിൽ നിൽക്കുന്ന കണ്ണനിലേക്ക് പോയി. രുദ്രന് നേരെ മുഖമുയർത്തിയതും അവളുടെ സിന്ദൂരരേഖ അവൻ ചുവപ്പിച്ചിരുന്നു. യാത്ര പറയുമ്പോൾ അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല. കാറിൽ കയറുന്നേരം പിറകിൽ നിന്നും ആരോ കയ്യിൽ പിടിച്ചിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആരു. അവളൊരു വിതുമ്പലോടെ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. ലച്ചുവിൻ്റെ മെയ്കൾ തുളുമ്പി. ഡി ആരു, സത്യം പറഞ്ഞോ? ഇവൾ ഞങ്ങളുടെ കൂടെ വരുന്നതിൻ്റെ സന്തോഷം കൊണ്ടല്ലേ നീ ഈ കരയുന്നത്? ഇനി നിനക്ക് ഇവിടെ ഇവളുടെ സ്ഥാനം കൂടി കിട്ടുമല്ലോ. അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് അവർക്ക് 3 പേർക്കും മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ വേണി പതിയെ പറഞ്ഞു. പോടി, അത് തന്നെയാ എൻ്റെ ഉദ്ദേശം. സങ്കടം മറന്ന് ആരു വേണിയോട് തർക്കിക്കാൻ തയ്യാറായി. അത് കണ്ടതും ലച്ചു ഒരു പുഞ്ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി. കാറ് മുൻപോട്ടെടുക്കുമ്പോൾ അവൾ കണ്ടു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്. കണ്ണൻ്റെ മെയ്കളുമായി നോട്ടം ഇടക്കിയപ്പോൾ അവൾ മുഖം തിരിച്ചു. കാറിൽ വേണിയും അവളുടെ ഭർത്താവ് രാഹുലും ഉണ്ടായിരുന്നു. അവരുടെ സംസാരവും ഇടയ്ക്കിടെയുള്ള തർക്കവും കണ്ടപ്പോൾ അവൾക്ക് താനും ഏട്ടനും കണ്ണേട്ടനും മുൻപ് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നു. അവൾ ആരും കാണാതെ പുറത്തേക്ക് നോക്കി മെയ്കൾ ഒപ്പി. അതെല്ലാം അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു. അവൻ്റെ ഇടം കൈ പതിയെ അവളുടെ മടിയിൽ വെച്ചിരുന്ന അവളുടെ കൈയിനെ മൃദുവായി പൊതിഞ്ഞു പിടിച്ചു. അവൾ തിരിഞ്ഞവനെ നോക്കിയതും അവൻ പുഞ്ചിരിയോടെ കണ്ണടച്ചു കാണിച്ചു. അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു.
ഒരിക്കലും കൈവിടില്ലെന്നൊരു ഭാവത്തോടെ.